രുചിഭേദത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് സ്റ്റാച്യൂലുള്ള പത്തായം റെസ്റ്റോറൻറ്റിലാണ്. ഇതൊരു നാച്ചുറൽ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ഗംഗാധരൻ സാറാണ്. സോ ഹലോ സർ. സർ, നമ്മൾ ഈ ഒരു വീക്ക് ഫുള്ളായിട്ടും കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള നാച്ചുറൽ ഫുഡ്സ് ആണ് കണ്ടുവരുന്നത്. സോ ഇന്ന് നമ്മൾ എന്ത് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്? എല്ലാ രോഗികൾക്കും കഴിക്കാൻ പറ്റിയൊരു സാലഡ്. ഓക്കെ. സോ എല്ലാവരും ഒരുപോലെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഏതൊരു രോഗം ഉണ്ടെങ്കിൽ തന്നെ ഇത് കഴിക്കാമല്ലോ. അതെ, തീർച്ചയായിട്ടും. വണ്ണം കുറയ്ക്കാൻ ഉപയോഗിക്കാം, വണ്ണം കൂട്ടാൻ ഉപയോഗിക്കാം. ഓക്കെ. സോ അതെങ്ങനെയാണ് ഒരേ റെസിപ്പി തന്നെ വണ്ണം കൂട്ടാൻ? നമ്മളിപ്പോൾ അത് കഴിക്കുന്ന രീതി അനുസരിച്ചിരിക്കും. ഓക്കെ. അല്ലേ, അതുപോലെ തന്നെ ഒരു ഡയബറ്റിക് ആൾക്കാർക്ക്, കൊളസ്ട്രോൾ ആൾക്കാർക്ക്, ബി പി ഉള്ള ആൾക്കാർക്ക് ആർക്കും കഴിക്കാൻ പറ്റുക. അത് ചപ്പാത്തിക്ക് പിന്നെ കറിയായിട്ടോ എല്ലാം ഉപയോഗിക്കാം. എല്ലാം കുക്ക് ചെയ്യാത്ത വെജിറ്റബിൾസ് മാത്രം. ഓക്കെ. സോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക്? അതെ, നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന വെച്ചാൽ പിന്നെ ക്യാരറ്റ്, പ്രധാനമായിട്ട് ക്യാരറ്റാണ്. പിന്നെ ഇളം വെണ്ടയ്ക്ക, കോവയ്ക്കുണ്ട്. പിന്നെ തക്കാളി ഉപയോഗിക്കുന്നു, സലാഡ് വെള്ളരി, അല്പം തേങ്ങ, ചെറുനാരങ്ങ, അല്പം ഉപ്പ്. ഇതിൻ്റെ കൂടെ മറ്റേ പല വേവിക്കാതെ മറ്റേ ബ്രോക്കോളി ഉപയോഗിക്കാം. വേറെ ഏതൊക്കെ വെജിറ്റബിൾസ് നമ്മുടെ തിന്നാൻ പറ്റിയ ഇലക്കെല്ലാം ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അതേപോലെ ഡോക്ടർ, നമ്മളിപ്പോൾ വെജിറ്റേറിയൻ ആയാലും നമ്മൾ ഏതൊരു കറി വെക്കുമ്പോഴും ഒക്കെ നമ്മൾ ഇല യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് കറിവേപ്പില, അങ്ങനെ ഈവൻ പുതിന ഇല അങ്ങനെയൊക്കെ ഇടാറുണ്ട്. സോ ഇതിൽ നമ്മൾ ഇങ്ങനെ കറിവേപ്പില ഉപയോഗിക്കാം, യൂസ് ചെയ്യാം, ഉപയോഗിക്കാം, പുതിന ഉപയോഗിക്കാം, മല്ലിയില ഉപയോഗിക്കാം, ഇല ഉപയോഗിക്കാം. അതുകൊണ്ട് നമുക്ക് അത് മറ്റേ തനിയെ ഉപയോഗിക്കാൻ പറ്റില്ല, ചമ്മന്തിയായിട്ട് ഉപയോഗിക്കാം. ഓക്കെ. ചട്നിയായിട്ട് ചെയ്തതിൻ്റെ കൂടെ അത് മല്ലിയില, പുതിന, കറിവേപ്പില, അത് ടോണിക് ചട്നി എന്നാ പറയാം. ഏത് ദിവസം ഒരു സ്പൂൺ അത് ഭക്ഷണം ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു കുപ്പി ടോണിക്ക് കഴിച്ചതിന് പകരം ഒരു സ്പൂൺ ടോണിക് ചമ്മന്തി മതി. എന്തൊക്കെയാണ്? മല്ലിയില, പുതിന, കറിവേപ്പില. പുളിക്ക് വേണ്ടി പച്ചമാങ്ങ, ഇല്ലെങ്കിൽ നാരങ്ങ, ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര്, ഇല്ലെങ്കിൽ പിന്നെ തക്കാളി, ഏതായാലും ഒന്ന് മതി. പിന്നെ പച്ചമുളകും തേങ്ങ കൂടി അരച്ച് ചേർത്താൽ നല്ല ചമ്മന്തിയായി. ഇനി പിന്നെ പുതിന മാത്രം പുതിന ചമ്മന്തി ഉണ്ടാക്കാം, മല്ലിയില മാത്രമല്ലെങ്കിൽ മല്ലിയില ചമ്മന്തി ഉണ്ടാക്കാം, കറിവേപ്പില ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തി ഓരോ ദിവസം ഓരോ തരം ചമ്മന്തി ഉണ്ടാക്കാം. 10 ദിവസം 10 തരം ചമ്മന്തി ഉണ്ടാക്കാം. ഇത് ഒന്നിച്ച് കഴിച്ചാലും ഡിഫറെൻ്റ് ആയിട്ട് കഴിച്ചാലും എങ്ങനെയായാലും ഹെൽത്തിന്. അതെ. അപ്പോൾ ഈ ടോണിക് ചമ്മന്തി ആകുമ്പോൾ ഈ 3 തരം ഇലകൾ വേണം, മല്ലിയിലയും പുതിനയിലും കറിവേപ്പിലയും. അല്ലേ, ആ ദിവസം ഞാൻ നിർബന്ധമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്തുക. അപ്പോൾ അങ്ങനെ ഈ ഭക്ഷണം തന്നെ വേണ്ട, നമ്മളിപ്പോൾ ഓരോ ദിവസം ഓരോ തരം ഭക്ഷണം ഉണ്ടാക്കുന്നുള്ളതാണ്. അതിന് വേണ്ടത്തിൽ അടുക്കളയ്ക്ക് ഒരു ടൈം ടേബിൾ വേണം. അപ്പോൾ നമുക്കതിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരാഴ്ച കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതെ, വെറുതെ ഒരു രസത്തിന് വേണ്ടി കഴിച്ചു വയ്ക്കുക. രാവിലെ കഴിക്കുന്ന ഭക്ഷണം, ഉച്ചയ്ക്ക് കഴിക്കുന്നത്, വൈകുന്നേരം കഴിക്കുന്നത്, രാത്രി കഴിക്കുന്നത്. ഈ ഒരാഴ്ച കഴിച്ച ഭക്ഷണത്തിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ശരീരത്തിന് ആവശ്യമില്ല ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരിക്കും, പക്ഷേ ടോട്ടലി ഹെൽത്തി ആയിരിക്കണം. നമ്മളിപ്പോൾ ഇറച്ചി കഴിച്ചാലും മീൻ കഴിച്ചാലും സാമ്പാർ കൂട്ടി ചോറ് കഴിച്ചാലും ഇതെല്ലാം ഓരോ ദിവസം കഴിക്കുന്ന ഭക്ഷണമാണ്. ശരീരത്തിന് ആവശ്യമുള്ള ഘടകങ്ങളൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ കണ്ണ് അസുഖം വരുമ്പോൾ ഇതെല്ലാം കണ്ണ് ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കുന്നു, ഇല്ലേ? ഇപ്പോൾ കണ്ണ് ശരീരത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ് കണ്ണ്. കണ്ണിന് വേണ്ടി നിങ്ങൾ എന്ത് കഴിക്കുന്നു? ഒന്നും കഴിക്കുന്നില്ല, ഇല്ലേ? അപ്പോൾ ആഴ്ചയിൽ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക, അടുക്കളയ്ക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. പ്രധാനമായിട്ട് വേണ്ട അടുക്കളയ്ക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ഇപ്പോൾ സ്കൂളിൽ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന മാതിരി ഓരോ ദിവസം അപ്പോൾ രാവിലെ എന്താ വേണ്ടത്, കുടുംബത്തിൽ എല്ലാം കൂടി സഹകരിച്ചിരുന്ന് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാം. അപ്പോൾ ഒരു ദിവസം രാവിലെ ഇഡ്ഡലി, ഒരു ദിവസം പുട്ട് വെച്ചിട്ട് ഗോതമ്പിൻ്റെ പുട്ട്, ചോളപ്പുട്ട്, അരിപ്പുട്ട്, അങ്ങനെ ഓരോ ദിവസം ഓരോ ടൈപ്പ് ഭക്ഷണം ആക്കുക. അപ്പോൾ അത് എഴുതി പരിശോധിച്ച് നോക്കിയതിൽ കംപ്ലീറ്റ് ഫുഡായി. അപ്പോൾ രാത്രി ഭക്ഷണം ഒരു ദിവസം കഞ്ഞിയും പിന്നെ തോരനും, പിറ്റേ ദിവസം ഫ്രൂട്ട്സ്, ഒരു ദിവസം ഡ്രൈ ഫ്രൂട്ട്സ്, ഒരു ദിവസം നട്ട്സ്, ആഴ്ചയിൽ 3 ദിവസം ഇലക്കറികൾ. അപ്പോൾ ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയ ഒരു ദിവസമാണ് സമ്പൂർണ്ണ ആഹാരമാവുള്ളൂ. അപ്പോൾ ഈ നട്ട്സ് ഒക്കെ നേരായി കഴിക്കുമ്പോൾ, ഈ കാഷ്നട്ട് ആയാലും ഇങ്ങനെ നട്ട്സ് കൂടുതൽ കഴിക്കുമ്പോഴത്തേക്കും മോക്കുരു അങ്ങനെ എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ്? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, അധികമായാലും അമൃതം വിഷം എന്നല്ലേ പറയാ. സോ അവർ അളവോടെ കഴിച്ചാൽ അല്ല, അതേ പറയുന്നത്. ഒരു 5 കഷ്ണം അണ്ടിപ്പരിപ്പും, 5 കഷ്ണം ബദാമും, ഒരു 5 കഷ്ണം അത്തിപ്പഴം, ഒരു 5 കഷ്ണം ഈത്തപ്പഴം കഴിച്ചാൽ ഒരു നേരത്തെ ഭക്ഷണമായി. അടുക്കളയിൽ പോയി ഒരു 5 കഷ്ണം അണ്ടിപ്പരിപ്പ് എടുത്ത് കഴിച്ചാൽ ഭക്ഷണമാവില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ പഴങ്ങളും നമ്മൾ എല്ലാ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മാതിരി കഴിക്കണം. ഒരു നേരത്തെ ഭക്ഷണത്തിൽ ഒരു 400 ഗ്രാം പഴം കഴിക്കണം ഒരു നേരത്തെ ഭക്ഷണത്തിൽ. അപ്പോൾ 400 ഗ്രാം പഴം അടുക്കളയിൽ പോയി കഴിച്ചാൽ പോരാ. അത് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് കുറച്ച് പീസായി മുറിച്ച് വെച്ച് വേണമെങ്കിൽ അല്പം തേങ്ങ ചേർത്ത് ഒരു സ്പൂൺ തേനും കൂടി കഴിച്ചാൽ ഗംഭീരമായി. ആ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ, ഭക്ഷണം കഴിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലേ, നമ്മളെല്ലാം കഴിക്കുന്നുണ്ടാവും. ഞാൻ അണ്ടിപ്പരിപ്പ് കഴിക്കുന്നത്, ഞാൻ ബദാം കഴിക്കുന്നത്, അങ്ങനെ പറയാം. 1 കിലോ അണ്ടിപ്പരിപ്പ് വാങ്ങി കഴിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെതായ ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിൽ തന്നെ കഴിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ,
അടുക്കളയ്ക്ക് ടൈം ടേബിൾ വേണമെന്ന്. അതേപോലെ ഡോക്ടർ, ഇപ്പോൾ നാച്ചുറൽ ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും കൂടുതലും വെജിറ്റേറിയൻ ആണ്. നാച്ചുറൽ ഫുഡ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ പലരും വേണ്ട എന്ന് വെക്കാറുണ്ട്. സോ അതിൽ എത്രത്തോളമാണ് നോൺ വെജിൻ്റെ ഇമ്പോർട്ടൻസ്? അതേപോലല്ലോ ഈ നമ്മൾ വെജിറ്റേറിയൻസിൽ ഇപ്പം നമ്മൾ നോൺ വെജ് കഴിച്ചാൽ ശക്തി ഉണ്ടാവുള്ളൂ, ബുദ്ധി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. ആനയ്ക്ക് ശക്തിയില്ലേ, കുതിരയ്ക്ക് ശക്തിയില്ലേ, അതിന് മസിലില്ലേ? എല്ലാം വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവരാണ്. അല്ല, അതാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വെറുതെ വരുന്ന നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണ്. പാല് കുടിച്ച സമ്പൂർണ്ണ ആഹാരം എന്ന് പറയുന്നത് എന്താ പാലിലുള്ളത്? ഒന്നുമില്ല അതിൽ. പശു വെജിറ്റേറിയൻ ആണോ? ആണോ? പുല്ലാണ് തിന്നുന്നത്. പശുവിൻ്റെ ഭക്ഷണം പുല്ലാണ്. ഇപ്പോൾ പുല്ല് തരുന്ന പശുക്കളായതാ ഉള്ളത്. പുല്ല് കണ്ട പശു ബോധം കിട്ടു വീഴും. എന്താണ് സാധനം അറിയില്ല. പശു പുല്ല് തിന്നുന്നില്ല. ആ പശുവിൻ്റെ ഭക്ഷണം എന്താണ്? പുല്ല്. പുല്ല് മാത്രം തിന്ന പശുവിന് പാല് കിട്ടില്ല. അതിൻ്റെ കുട്ടിക്ക് കുടിക്കാനുള്ള പാല് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഭക്ഷണം മാറ്റി കാടിവെള്ളമായിട്ടും പരുത്തിക്കുരു കൊടുത്തും പിന്നാക്ക് കൊടുത്തും ഇതെല്ലാം കൊടുത്ത് അതിൻ്റെ ഭക്ഷണം മാറ്റി. എന്തിനു വേണ്ടി? പാല് കിട്ടാൻ വേണ്ടി ഇല്ലേ? പിന്നെ ആ പാലുണ്ടാക്കി. ഇത് ഇനി വെണ്ടയ്ക്ക് മുറിക്കുന്നു ഞാൻ. സോ ക്യാരറ്റ് കംപ്ലീറ്റ് അരിഞ്ഞ് വെച്ചു. അടുത്ത് നമ്മൾ വെണ്ടയ്ക്ക. അപ്പോൾ നമ്മൾ പിന്നെ പശുവിൻ്റെ പാല് വീണ്ടും മാറ്റി പാല് കറക്കാനുള്ള പാലുണ്ടാക്കി. ഒരു പശു പ്രസവിച്ചാൽ എത്ര വയസ്സിലായാലും കുട്ടി പ്രായപൂർത്തിയാവുക? 2 വയസ്സിൽ പശുവിൻ്റെ കുട്ടി ഇണ ചേരാനും ഗർഭം ധരിക്കാനും പ്രസവിക്കാനും പക്വതയായി. പശുവിൻ്റെ പാല് കുടിച്ച് വളരുന്ന കുട്ടി 2 വയസ്സിൽ പക്വതയായി. എത്ര രൂപ തൂക്കം ഉണ്ടാവും? ഏകദേശം 450-500 രൂപ തൂക്കം ഉണ്ടാവും 2 വയസ്സിലെ അതിൻ്റെ കുട്ടി. അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളരുന്ന കുട്ടി 18 വയസ്സിലെ പ്രായപൂർത്തിയാവുക. 18 വയസ്സിലാണ് തൂക്കം 50 കിലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 2 പാലിൽ നമ്മൾ ആ ഘടകങ്ങളുടെ വ്യത്യാസം ആലോചിക്കുന്നത് ഇതെങ്ങനെ സമ്പൂർണ്ണ ആഹാരമാവുക? സോ പാലിന് പകരം കേടാണെങ്കിൽ ഒത്തിരി കൂടെ അതെ, പിന്നെയും സഹിക്കാം. ഇനി ഒരു കുട്ടി ജനിച്ചാൽ ഈ റെനിൻ എന്ന ഹോർമോൺ ഇല്ലെങ്കിൽ പാല് ദഹിക്കില്ല. അതൊരു കുട്ടി ജനിച്ചാൽ 6 മാസമേ റെനിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം ഇല്ല. പിന്നെ അതുകൊണ്ട് ഈ പാല് മനുഷ്യ ശരീരത്തിൽ ദഹിക്കില്ല സാധനം. അത് ഒരു കുട്ടിക്ക് പാല് കൊടുത്താൽ എന്താ ഛർദ്ദിക്കുക? തൈര് ഛർദ്ദിക്കും. പാല് താലായിട്ട് ഛർദ്ദിക്കില്ല ഇല്ലേ? ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പശു പിന്നെ ഒന്ന് ഈ പാല് നമ്മുടെ ശരീരത്തിൽ പറ്റുമോ? പിന്നെ പാലിൽ ഈ മറ്റേ കാലിത്തീറ്റ കൊടുക്കാണ്ട് പാല് കിട്ടില്ല. എന്താ കാലിത്തീറ്റ കണ്ടന്റ്? മത്തിത്തല, ചെമ്മീൻ പൊടി, യൂറിയ, ഓക്സിറ്റോസിൻ, പിണ്ണാക്ക് പൊടി. ഇതെല്ലാം ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു. അപ്പോൾ പശു അങ്ങനെ വെജിറ്റേറിയൻ ആവുക അല്ലേ? ആരോട് ചോദിച്ചാലും പശു വെജിറ്റേറിയൻ എന്ന് പറയാം. വെജിറ്റേറിയൻ പശുക്കളില്ല. ഇപ്പോൾ പശുക്കൾക്ക് ഇപ്പോൾ AC സൗകര്യമൊക്കെ കൊടുക്കുന്നത് അല്ലേ? ഇത് കുട്ടി കുടിച്ചാൽ രോഗം ഉണ്ടാവും എന്നല്ലാതെ ഇപ്പോൾ നമ്മുടെ ഈ ഹോസ്പിറ്റലുകൾ മുഴുവൻ കൊടുക്കുന്നതിൽ എന്താണ് രോഗികൾക്ക് കൊടുക്കുന്നത്? പാലും മുട്ടയും ബ്രെഡും ബിസ്ക്കറ്റും. ഈ ജമ്മൻ രോഗം മാറുമോ? രോഗം ഉണ്ടാവുക എന്നതിന് രോഗം മാറില്ല. അപ്പോൾ ഈ സാധനങ്ങളെ നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പാല് കേടാവാതിരിക്കാൻ വേണ്ടിയുള്ള അത് വേറെ. ഇപ്പം നമുക്ക് കോവയ്ക്ക ചെറുതാക്കി മുറിച്ച് നമ്മൾ ഇപ്പം കോവയ്ക്ക് മുറിച്ചു. സോ ക്യാരറ്റ്, വെണ്ടയ്ക്ക, അതിനുശേഷം കോവയ്ക്ക് മുറിച്ചു. പിന്നെ തക്കാളി മുറിക്കാം നമുക്ക്. നേരത്തെ ചോദിച്ച പോലെ തന്നെ എത്രത്തോളം നമുക്ക് നോൺ വെജ് കഴിക്കാം, എത്രത്തോളം അനുവദനീയമാണ്? ഞാൻ നോൺ വെജ് കഴിച്ചാൽ കിട്ടുന്ന പോഷകങ്ങളിൽ നമുക്ക് ഇപ്പോൾ ബുദ്ധിയുടെ കാര്യത്തിൽ ഈ ഏത് ഓഫീസിൽ ചീഫ് അക്കൗണ്ടൻ്റ് ആരാണ്? ബ്രാഹ്മിൻസ് ആയിരിക്കും. ഇറച്ചിമീൻ കഴിക്കാൻ നമുക്ക് ബുദ്ധിയില്ലേ അല്ലേ? നേരത്തെ ശക്തിയുടെ കാര്യം പറഞ്ഞു, മസിലിൻ്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന അളവിനെല്ലാം കഴിച്ചാൽ മതി. ഇപ്പം ചെറുപയർ മുളപ്പിച്ച് കഴിച്ചാൽ എല്ലാം ആയി. ചെറുപയർ മുളപ്പിച്ച് മാംസമല്ലേ കൂടുതലുള്ളത് അല്ലേ? ആ പയറുവർഗ്ഗങ്ങളിലപ്പം പയർ മുളപ്പിക്കാതെ കറി വെച്ച് കഴിച്ചാൽ ഗ്യാസ് വരും. പുട്ടും കടലും കഴിച്ചാൽ ഗ്യാസ് വരുന്നുണ്ട്. ആ കടല മുളപ്പിച്ച് കറി വെച്ച് കഴിച്ചാൽ ഗ്യാസ് വരില്ല. പുട്ടും പയറും കഴിച്ചാൽ ഗ്യാസ് വരുന്നുണ്ട് ഇല്ലേ? ആ പയറുവർഗ്ഗങ്ങളെ മുളപ്പിച്ച് കറി വെച്ച് കഴിച്ചാൽ മുളപ്പിക്കുമ്പോൾ സസ്യമായി മാറിയത്, ജീവനുള്ള സാധനമായി. ഗുണം 300 ഇരട്ടി കലോറി കൂടുന്ന പറയാം. ഒരു ഏത്തപ്പഴം 350-400 കലോറി ഉണ്ട് ഇല്ലേ? ഒരു ഏത്തപ്പഴം കുറച്ച് ചെറുപയർ മുളപ്പിച്ച് ഒരു ക്യാരറ്റ് ചുരണ്ടി ചേർത്ത് രാവിലത്തെ ഭക്ഷണമായി. 10 ഇഡ്ഡലി കഴിക്കുന്ന വരെ അത് മതി. വയറ് നിറയില്ല മാത്രം. ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്, അത്രയും ഹെവിയും അല്ല. അതെ, അത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് കൂടുതൽ ആഹാരമല്ല വേണ്ടത്. അപ്പോൾ ആൾക്കാർ കൂടുതൽ ആഹാരം കഴിച്ച് കൂടുതൽ ശക്തി ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുക. ആ കുറച്ച് ഭക്ഷണം, നല്ല ഭക്ഷണം. ഇനി ഇത് ചെറുതാക്കിയിട്ടില്ല, നമുക്ക് ചുരണ്ടി ചേർക്കാം. തോല് കളയേണ്ട കാര്യമില്ല. എന്നാലും ഞാനൊരു തോല് കളയാണ്, ഇതൊരു ഭംഗിക്ക് വേണ്ടി. ഇതിന് കുറച്ച് വട്ടത്തിൽ മുറിച്ചാൽ നമുക്ക് ഇതിൽ സൈഡിൽ വയ്ക്കാം. കുറച്ച് മുറിച്ച് ചേർക്കുകയും ചെയ്യാം. സോ
സോ ഇതിനെ നമ്മൾ കട്ട് ചെയ്യുന്നില്ല, റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് അങ്ങനെ വെക്കുകയാണ്. അതെ, അത് വയ്ക്കും. പിന്നെ കുറച്ച് മുറിച്ചിടും ചെയ്യാൻ. ഈ ഒരു 5 ഡേയ്സിൽ നമ്മുടെ റെസിപ്പീസ് നോക്കുകയാണെങ്കിലും നമ്മൾ അടുപ്പ് കത്തിച്ചേ ഇല്ല. ടോട്ടലി എന്ന് പറയുമ്പോൾ അൺകുക്ക്ഡ് ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു. സോ ഇപ്പോൾ ഗ്യാസും ഒക്കെ കിട്ടാനുള്ള കഷ്ടമുള്ള ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കുമല്ലോ ഡോക്ടർ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ല 30 ദിവസം അടുപ്പ് കത്തിക്കാതിരിക്കാന്നുള്ളതാണ്. സോ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യാം, അറ്റ് ദ സെയിം ടൈം ഫ്യൂവൽ സേവ് ചെയ്യുകയും ചെയ്യാം. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ല, അത് മാത്രമല്ല രോഗങ്ങൾ മാറാനില്ല വേവിക്കാത്ത ആഹാരം കഴിക്കുക എന്നേ മാർഗമുള്ളൂ. കഴിഞ്ഞത്ര ഭക്ഷണം വേവിക്കാതെ കഴിക്കുക. ഇടയ്ക്ക് ഒരു ദിവസത്തിൽ നമ്മൾ ഉച്ചഭക്ഷണം ഇനി വേണം നിർദ്ദേശിക്കാം, ഉച്ചഭക്ഷണം മാത്രത്തിൽ വേവിച്ച ആഹാരമാക്കാം. ഒരു നേരം അതെ, ഒരു നേരം റോ വെജിറ്റബിൾസും അല്ലെങ്കിൽ കുറച്ച് മുളപ്പിച്ച സ്പ്രൗട്ട്സും, ഒരു നേരം കുക്ക് ചെയ്ത ആഹാരം, ഒരു നേരം ഫ്രൂട്ട്സും വെക്കുക. സാധാരണഗതിയിൽ എല്ലാ അസുഖവും മാറും. രോഗാവസ്ഥയിൽ പറ്റെങ്കിൽ 3 നേരം കുക്ക് ചെയ്ത ഫുഡാക്കുക. രോഗമില്ലാത്തൊരവസ്ഥയിൽ ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ചുള്ളൂ. അങ്ങനെ ഒരു വാശി പിടിക്കണ്ട അല്ലേ? ഇറച്ചിയോ മീനോ കൂട്ടിയിട്ട് കുറേ റോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂട്ടി കഴിച്ചോളൂ. അതേപോലെ ഈ നാച്ചുറൽ ഫുഡിൽ തന്നെ ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞു നോൺ വെജിൻ്റെ കാര്യം. സോ ഈ മീനൊക്കെ തന്നെ ഇതേപോലെ നാച്ചുറൽ ആയിട്ട് മീനും ഇറച്ചിയും ഒക്കെ കഴിക്കാൻ മീൻ പൊരിക്കാൻ എന്തിനാണ്? മീൻ പൊരിക്കാൻ എണ്ണയുടെ ആവശ്യമുണ്ടോ? എണ്ണയിലാണ് മീൻ പൊരിക്കാം. ഇപ്പം നമ്മൾ ഓട്ടട ഉണ്ടാക്കില്ല, ഓട്ടട എങ്ങനെ ഉണ്ടാക്കുക? നമ്മൾ ഇല പരത്തിയിട്ട് നമുക്ക് ഓട്ടിലിട്ട് ചുട്ടെടുക്കും. അവർ ചപ്പാത്തിക്കല്ലിൽ ഇല വെച്ചിട്ട് നമ്മളിപ്പോൾ മീൻ, ഇപ്പോൾ മത്തിയാണെങ്കിൽ മത്തി ചരമ്പ് കളഞ്ഞ് മുറിച്ച് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഇതെല്ലാം പുരട്ടി മസാലയാക്കിയിട്ട് അല്പം നേരം വെച്ച് അതിനുശേഷം അല്പം തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാൽ ഉണ്ടാക്കി വയ്ക്കുക അല്ലേ? ചട്ടിയിൽ ഇല വയ്ക്കുക, ഇലപ്പുറത്ത് മത്സ്യം വയ്ക്കുക. ഇല ചൂടായി വരുമ്പോൾ മത്സ്യം ചൂടാവും. അപ്പോൾ മത്സ്യത്തിലുള്ള എണ്ണ പുറത്ത് വരും. അപ്പോൾ കുറച്ച് നെല്ല് തേങ്ങാപ്പാൽ അതിന് മേലെ ഒഴിച്ചു കൊടുക്കുക. നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് മീൻ കിട്ടും. അപ്പോൾ എണ്ണ എന്തിനാണ് മീൻ പൊരിക്കാൻ? അപ്പോൾ അങ്ങനെയും കഴിക്കാം. നമുക്ക് ദോഷമില്ലാതെ കഴിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കഴിച്ച് ശീലിച്ചവർ, കഴിക്കണം എന്നല്ല പറയുന്നത്, കഴിച്ച് ശീലിച്ചവർ ചുരുങ്ങിയ വർഷം ദോഷമില്ലാത്തെങ്കിലും കഴിക്കുക. അതുപോലെ അവരെ നാടൻ കോഴി വാങ്ങാം. നാടൻ കോഴി വാങ്ങിയിട്ടില്ല, അതിൽ മസാല ആയിട്ടില്ല, പച്ചമുളക് പിന്നെ ഇഞ്ചിയും കറിവേപ്പിലയും ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്തിട്ട് വെച്ചിട്ടായി കഴിച്ചു വിടും. അതിന് കൂടെ ധാരാളം ഈ വെജിറ്റബിൾസ് അതിന് വേണ്ടി ഉപയോഗിക്കുക. അതിന് കോംപ്രമൈസ് ചെയ്യുന്ന പോലെ നാച്ചുറൽ ആയിട്ട് വെജിറ്റബിൾസും കഴിച്ചു. അതെ, നമ്മൾ അങ്ങനെ ഒരു മസിൽ പിടിച്ചിട്ടില്ല ഇറച്ചി വരെ തിന്നാണ്ടിരിക്കണം മീൻ. അപ്പോൾ അത് ആൾക്കാർക്ക് ഉള്ള പ്രശ്നത്തില്ല. പ്രകൃതിയുടെ ഈ പുല്ലും മൈക്കോലും തിന്നേണ്ട വല്ല കാര്യം ഉണ്ടെന്ന് ആൾക്കാർ ചോദിക്കുക അല്ലേ? അതല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ ഏത് ഇറച്ചി മീൻ ഒഴിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് എങ്ങനെ കഴിക്കാം എന്നെങ്കിലും പഠിക്കണ്ടേ? അതുപോലെ ഡോക്ടർ, ഈ ഇല വെച്ച് നമ്മളിങ്ങനെ ഈ ഫിഷ് നേരത്തെ പറഞ്ഞ പോലെ മീൻ ചെയ്തെടുക്കുമ്പോൾ എന്തെങ്കിലും പർട്ടിക്കുലർ റീസൺ ഉണ്ടോ ഈ ഇല ഇങ്ങനെ വെച്ച് അതിന് പുറത്ത് വെക്കുന്നതിന്? അതെ, അത് നമ്മൾ ഓട്ടട നമ്മൾ അട ചുട്ടെടുക്കുന്നില്ലേ, അത് അപ്പോൾ എണ്ണയുടെ പ്രശ്നം വരുന്നില്ല. എണ്ണ അതിലുള്ള എണ്ണ നമ്മൾ വീണ്ടും എണ്ണ ഉപയോഗിക്കുന്നില്ല. എണ്ണ വീണ്ടും ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇറക്കി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പോൾ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യാം. അതെ, ഇപ്പോൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കൂ. പച്ചമുളകും ഇപ്പോൾ ഞാൻ ഈ പച്ചമുളക് ഉപയോഗിക്കുമ്പോൾ പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ്റൂട്ടിൻ്റെ അത് കളർ ഉണ്ടാവില്ല. ആ ബീറ്റ്റൂട്ട് ചേർത്ത് പച്ചമുളക് അരയ്ക്കുക. തേങ്ങ കൂടി അരച്ചാൽ നല്ല ഗ്രേവി ഉണ്ടാവും ഇല്ലേ? ഇറക്കി വെച്ചതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കൂ, ഗംഭീര ടേസ്റ്റാണ് ഇല്ലേ? അങ്ങനെയെങ്കിലും മാറാന്നുള്ളതാണ് ഇല്ലേ? അപ്പോൾ ഇറച്ചി മീൻ ഉപയോഗിക്കുമ്പോൾ വലിയ മത്സ്യങ്ങൾ ഉപയോഗിക്കുക, ചെറിയ മത്സ്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ മസാല ഉപയോഗിക്കാണ്ടിരിക്കുക ഇല്ലേ? ചെറിയ മീനിലാണ് കൂടുതൽ എന്താ പറയുക പ്രോട്ടീൻസ്, മോർ കൂടുതൽ. അതിൽ മാലിന്യം കുറവായിരിക്കും. ഏത് വലിയ മത്സ്യങ്ങൾ മാലിന്യം കൂടുതലായിരിക്കും. അപ്പോൾ ചെറിയ മത്സ്യങ്ങൾ കഴിക്കുക ഇല്ലേ? അതേപോലെ നാടൻ കോഴി കഴിക്കാൻ പറ്റും നോക്കുക ഇല്ലേ? അതിൻ്റെ കൂടെ ഒരു നമ്മൾ വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കി. ഈ സാലഡ് നിങ്ങൾ കഴിച്ച് നോക്കൂ. ഇതിൻ്റെ അല്പം തേങ്ങ ചേർക്കാം, ലെമൺ അവസാനം ചേർക്കുക, ഒരു അല്പം ഉപ്പും ചേർക്കുക. ഇത് കൂട്ടി ചേർത്താൽ നല്ല ഒരു വെജിറ്റബിൾ സാലഡായില്ലേ? നല്ല ഒരു കളർഫുൾ ആയിട്ടുള്ള സാലഡായി. ഇത് നോർമലി ഒരു നേരത്തെ ഒരു മീലായിട്ട് ധാരാളം മതി. ഇത് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ഉച്ചവരെ വേറെ ഒന്നും വേണ്ട. ഒരു 10-15 മിനിറ്റ് ഒരു കരിക്ക് മാത്രം കുടിച്ചാൽ മതി ഇല്ലേ? ഇല്ലെങ്കിൽ ഉണക്കനെല്ലിക്ക് വാങ്ങിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ ദാഹത്തിന് അത് കുടിക്കുക. സോ ഇതിപ്പോൾ നമ്മൾ ഉപ്പിട്ട് ഇതിനെ നോർമലി സോൾട്ടഡ് ആക്കി എടുക്കുന്നതിന് പകരം ഇതിനെ ഒത്തിരി സ്വീറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കാൻ പറ്റും. ഇനി വേണമെങ്കിൽ കുറച്ച് ആപ്പിൾ കുടിച്ചിട്ടോളൂ. അപ്പോൾ കുട്ടി വേറെ ടേസ്റ്റ് കിട്ടും ഇതിന്. ഇനി ഈ കളർ ഇനി അല്പം ബീറ്റ്റൂട്ട് ചേർത്തതിൽ വേറെ ഒരു കളർ കിട്ടും. ഓക്കെ, ഒത്തിരി കൂടെ ഒരു റെഡിഷ് ആയിട്ടുള്ള ഒരു കളർ. ഒരു ദിവസം ഒരേ കളറിൽ കിട്ടാം. ഇതിലും ബ്രോക്കോളി ചേർക്കാം. ബ്രോക്കോളി ചേർത്തതിൽ വേറൊരു കളറായി. ഓക്കെ, ഒരു ഫ്ലേവറും കൂടി കിട്ടും.
അപ്പം അങ്ങനെ വ്യത്യസ്തമായിട്ട് ഇതാ നമ്മൾ ചേർത്ത സാധനം മാത്രം ചേർക്കുന്നില്ല. ഏത് സാധനം വേണം വേവിക്കാതെ കഴിക്കാൻ പറ്റും, ഏത് സാധനം ചേർക്കാം. സോ ഇതിൽ തന്നെ ഫ്രൂട്ട്സും ഇതേപോലെ സാലഡ് ആക്കി വെക്കാറുണ്ടല്ലോ ഡോക്ടർ? പിന്നെ അങ്ങനെ കഴിക്കാം. ഇതിപ്പോൾ ഒരു ഞാൻ പറഞ്ഞേ തടി കുറയ്ക്കാൻ ഉപയോഗിക്കാം അല്ലേ. ഇത് നമുക്ക് നല്ലൊരു സാധനമല്ലേ, ഒരു ഗംഭീര സാധനമായിട്ടില്ലേ. സോ ഡോക്ടർ ഇതും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നോൺ വെജും ചേർത്ത് കഴിക്കുകയാണെങ്കിലും ഫിഷിൻ്റെ കൂടെയും അങ്ങനെ ഇത് യൂസ് കഴിക്കാം. അതേ പറഞ്ഞത് ഇപ്പോൾ ഇറച്ചിയുടെ കൂടെ ചെല്ലും സാലഡ്. ഒരു ഇംഗ്ലീഷുകാരൻ ഇറച്ചി ഓർഡർ ചെയ്യുമ്പോൾ ഉടനെ സാലഡ് ഓർഡർ ചെയ്യും. ഒരു വിദേശി ഇരകളെ കൂട്ടി കഴിക്കുക അല്ലേ. അവരുടെ സാധനം സ്പൈസി ആയിരിക്കില്ല. നമ്മൾ സ്പൈസി ആയതുകൊണ്ടാണ് നമുക്ക് മറ്റു സാധനം ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് എരിവ് വേണം, ഉപ്പ് വേണം അല്ലേ. കുറച്ച് പച്ചമുളക് അരച്ച് ചേർത്ത് ഉണ്ടാക്കി കഴിച്ചാൽ പോരെ, അങ്ങനെ വാശിയുണ്ടെങ്കിൽ. സോ ഒരു ചുവപ്പ് മുളകിൻ്റെ ആ ഒരു ഹാംഫുൾ എഫക്ട്സ് ഒന്നും അതിനുണ്ടാവില്ല. അതെ 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 അത് ദോഷം കഴിക്കും. നമ്മളിപ്പോൾ കഴിക്കുന്ന സാധനത്തിൽ ചുരുങ്ങിയ വർഷം ദോഷം കുറച്ച് കഴിക്കാനെങ്കിലും പഠിക്കുക. അങ്ങനെ പ്രകൃതി അങ്ങനെ ഭ്രാന്തി പിടിച്ച് നടക്കണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ലേ. അതേപോലെ ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ആദ്യം ഫ്രൂട്ട് കഴിച്ചിട്ട് വേണം ഇങ്ങനത്തെ വെജിറ്റബിൾസ് കഴിക്കാനെന്ന്. സോ അതേപോലെ തന്നെ അത് ഫ്രൂട്ട് ജ്യൂസസ് കൂടുതലും എല്ലാവരും നോർമലി എളുപ്പമുള്ള ഒരു ഭക്ഷണത്തിന് ശേഷം ആൾക്കാർ ജ്യൂസ് കഴിക്കുക. അല്ല അത് പറഞ്ഞു ഞാൻ, ഭക്ഷണത്തിന് ശേഷം പഴം കഴിക്കുക, ഭക്ഷണത്തിന് ശേഷം ജ്യൂസ് കഴിക്കുക, അത് നല്ലതല്ല. ജ്യൂസ് ആദ്യം കഴിക്കുക. ഞാനിവിടെ വരുന്ന ആൾക്കാർ മിക്കവാറും മറ്റേ ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ട് ജ്യൂസ് ചോദിക്കും. അപ്പോൾ ഞാൻ നിങ്ങളിത് ആദ്യം കഴിക്കേണ്ട സാധനമല്ലേ അത്, അങ്ങനെ ഡയറക്ഷൻ കൊടുക്കും. അപ്പോൾ നമ്മുടെ ചികിത്സാലയം, നമ്മുടെ ഇവിടെ കൊടപ്പനക്കുന്ന് ജില്ലയിൽ പ്രകൃതി ഒരു ചികിത്സാലയമുണ്ട്. ചികിത്സാലയം പ്രകൃതി ജീവന കേന്ദ്രം. അവിടെ എല്ലാ രോഗത്തിനും ജില്ല അവിടെ ചികിത്സയുണ്ട്. മരുന്ന് കൊടുക്കാതെ തന്നെ രോഗങ്ങളെല്ലാം മാറിപ്പോകുന്നത്. എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും രോഗം മാറ്റി ഒഴിവാക്കി വരുന്ന കേസാണ് വരുന്നത് അവിടെ. ഒരു നെഞ്ചുവേദനയായിട്ടും ഒരു തലവേദനയായിട്ട് ആരും വരുന്നില്ല. അത് അലോപ്പതി പോയി, ആയുർവേദത്തിൽ പോയി, യുനാനി പോയി, ഹോമിയോ പോയി, ആർക്കും വേണ്ടതാകുമ്പോൾ നമ്മുടെ അടുത്ത് വരും. രോഗങ്ങളാണ് ഡോക്ടർ ചികിത്സ? ഇപ്പോൾ അവിടെ ചില കിഡ്നി, അവിടെ ബാംഗ്ലൂരിൽ ഒരു പാർട്ടി ഒരു ചെറിയ കുട്ടി 4 വയസ്സിൽ കുട്ടി വന്നിട്ടുണ്ട്. അവിടെ ഒരു കിഡ്നി പോയ കുട്ടിയാണ്. അവിടെ ഇപ്പോൾ ഒരു 80% ശരിയായി. അങ്ങനെ ഒരു ഹാർട്ട് പേഷ്യൻ്റ് അവിടെ ഉണ്ട്. അങ്ങനെ ഒരു പല പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അങ്ങനെ ധാരാളം പേര് വരുന്നുണ്ട് അവിടെ. പിന്നെ മാറാത്ത തലവേദന, സൈനസ്, അതുപോലെ ഇൻഹേലർ ഉപയോഗിക്കുന്ന ബ്രീത്തിങ് ട്രബിളുള്ള ആൾക്കാർ, പല ആൾക്കാരും വരുന്നുണ്ട് അവിടെ. ഈവൻ ബ്രീത്തിങ് ട്രബിളിന് വരയ്ക്കും ഫുഡിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏറ്റവും എളുപ്പം മാറ്റാൻ പറ്റിയതില്ല നമുക്ക് ഇൻഹേലർ ഉപയോഗിക്കാത്ത ആൾക്കാരില്ലേ. ഇപ്പോൾ എല്ലാവരും ബാഗിൽ ഇൻഹേലർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റേ രാത്രി പോകുമ്പോൾ ടോർച്ച് അടിച്ചാൽ എത്ര ദൂരം മുന്നോട്ട് പോകും, ആ പ്രകാശം എത്ര ദൂരം പോകുന്നു അത്ര ദൂരെ പോകാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് പോയി വീണ്ടും അടിക്കണം. അതുപോലെ ഇൻഹേലർ ഉപയോഗിക്കുന്നത് അല്ലേ. ഇൻഹേലറിന്റെ ഒരു ഷോർട്ട് ടേമിനായിട്ടുള്ള ഒരു അതെ. പച്ചവെള്ളം കുടിക്കുകയും പച്ചവെള്ളത്തിൽ കുളിക്കുകയും പച്ചക്കറിയുടെ ഭക്ഷണം കഴിക്കുകയും രാവിലെ 8 മണിക്ക് മുമ്പുള്ള വെയിൽ കൊള്ളുകയും 5 മണിക്ക് ശേഷമുള്ള വെയിൽ കൊള്ളുകയും ചെരുപ്പില്ലാതെ ഭൂമി ചേർത്ത് നടക്കുകയും ചെയ്ത ഏത് പിന്നെ ഈ ആസ്മ രോഗം മാറും. പക്ഷേ ഇത് ഈ രീതിയിലുള്ള ഭക്ഷണം കൂടി ശീലാക്കണം. അപ്പോൾ നിങ്ങൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി പലതരം പുട്ടുകൾ ചെയ്യാം. നമുക്ക് റാഗിയുടെ പുട്ട്, ചോളത്തിൻ്റെ പുട്ട്, ഗോതമ്പ് പുട്ട്, മിക്സ്ഡ് വെജിറ്റബിൾ പുട്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് താല്പര്യം അനുസരിച്ച് നമുക്കിനി വേവിച്ച ആഹാരങ്ങളിലേക്ക് വരാം. മസാല ഇല്ലാതെ അങ്ങനെ ചിലപ്പോൾ സാമ്പാർ, ഏറ്റവും മോശം സാധനം സാമ്പാർ എന്ന് ഞാൻ പറയാം. കായം ചേർക്കും, പുളി ചേർക്കും, പരിപ്പ് ചേർക്കും, വറുത്തരയ്ക്കും, കടുക് പൊട്ടിക്കും, മുളക് പൊടി ചേർക്കും, സാമ്പാർ പൊടി ചേർക്കും. എല്ലാ അഴുക്കായ പച്ചക്കറിയും സാമ്പാറിലേക്ക് ഉപയോഗിക്കാം. ഒന്നും സാമ്പാറിന് വേണ്ട. കഷ്ണങ്ങളിൽ മുറിച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് തേങ്ങയും പച്ചമുളക് അരച്ച് ചേർത്ത് വെന്തതിന് ശേഷം ഇറക്കി വെച്ച് അല്പം വെളിച്ചെണ്ണ വെച്ചാൽ ഗംഭീര സാമ്പാറായി അല്ലേ. അപ്പോൾ ഇങ്ങനെയും സാമ്പാർ ഉണ്ടാക്കാം. നിങ്ങൾ ലൈഫിൽ ഇത്രയും ടേസ്റ്റ് സാമ്പാർ കഴിച്ചിട്ടുണ്ടാവില്ല. അത് നമുക്കിതിൽ ഇനിയൊരു അവസരത്തിൽ നമുക്കിതിൽ ഈ വേവിച്ച ആഹാരത്തിനെ പറ്റി നമുക്ക് നോക്കാം. ഷുവർ ഡോക്ടർ, താങ്ക്സ് എ ലോട്ട്. സോ വളരെ ടേസ്റ്റി ആൻഡ് കളർഫുൾ ആയിട്ടുള്ളൊരു സാലഡാണ് നമുക്ക്. സോ നമുക്കിതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. സോ ഞാൻ പറഞ്ഞതിനെക്കാട്ടി ക്രിസ്പി ആണെന്ന് വേണം പറയാനായിട്ട്. വളരെ നാച്ചുറൽ ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു സാലഡാണ്. സോ താങ്ക്സ് എ ലോട്ട് ഡോക്ടർ. വളരെ ഇൻഫോർമേറ്റീവ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിന് തന്നെ ചേഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടത്. സോ താങ്ക്സ് എ ലോട്ട് ഡോക്ടർ. ആൻഡ് എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വളരെയധികം ഹെൽത്ത് കോൺഷ്യസ് ആണ് ഇപ്പോൾ എല്ലാവരും. സോ എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒത്തിരിയധികം ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. താങ്ക്സ് എ ലോട്ട് ഡോക്ടർ. ആൻഡ് ഇനി അടുത്ത ആഴ്ച ഇനിയൊരു ഡിഫറെൻറ്റ് ഒരു റെസിപ്പിയുമായി കാണുന്നതായിരിക്കും. ടേക്ക് കെയർ. ബൈ.